RTD പൂട്ടിയിട്ടുകൊണ്ട് സമരങ്ങൾ മുമ്പ് നടന്നിട്ടുണ്ട് എന്നുള്ള ഞങ്ങൾ ഇത്രയും നേരമായിട്ട് അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല. പക്ഷേ ഇനി RTD ഈ ഓഫീസിൽ ഇല്ല എന്നാണ് പറയുന്നത്. ഇനി ഈ ഓഫീസിൽ കയറണോ എന്നുള്ളത് MSF തീരുമാനിക്കും. രണ്ടാമത്തെ കാര്യം, ഇവിടെ പല പോലീസുകാരും ഇവിടെ ഈ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച പല പോലീസുകാരുടെയും നെയിം ബോർഡ് ഇല്ല. ഞങ്ങളിപ്പോൾ മീഡിയാസ് കണ്ടാണല്ലോ, നെയിം ബോർഡ് ഇല്ലാത്ത പോലീസുകാരെ വെച്ച് ഇവിടുത്തെ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളെ സമരം അടിച്ചൊതുക്കാമെന്ന് ഇവിടുത്തെ ഭരണകൂടം വിചാരിക്കുന്നുണ്ട് എങ്കിൽ യാതൊരു സംശയം വേണ്ട, അതിനെ എങ്ങനെ പ്രതിരോധിക്കണോ ആ രൂപത്തിൽ തന്നെ പ്രതിരോധിക്കും. നിങ്ങളിവിടെ സംരക്ഷണം ഒരുക്കിയല്ലോ, രണ്ടുപേരാണ് ഞങ്ങൾ അകത്തുള്ളത്. ബാക്കിയുള്ള ആളുകൾ അകത്ത് കയറണം എന്ന് വിചാരിച്ചപ്പോൾ ഞങ്ങൾ അകത്ത് കയറി. യാതൊരു സംശയം വേണ്ട, ബാക്കിയുള്ള MSFന്റെ പ്രവർത്തകരെ കൂടി ഞങ്ങൾ കൃത്യമായി ഇങ്ങോട്ട് എത്തിക്കും. ഈ സമരം ഒരു ബഹുജന സമരമായി ഇതുകൊണ്ട് തീരില്ല. ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിലൊക്കെ ശക്തമായി ഈ ഗവൺമെന്റിനെതിരെ ശക്തമായ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ ഈ കോഴിക്കോട് ജില്ലയിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി, +1 സീറ്റ് കിട്ടാത്ത സാധാരണക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി സമരവുമായി MSF രംഗത്തുണ്ടാകുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇനി ഈ വിഷയത്തിൽ MSF പ്രതിപക്ഷ സംഘടനകളുടെ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇപ്പോൾ തേർഡ് അലോട്ട്മെന്റിൽ പോലും പല A+ കിട്ടിയ കുട്ടികൾക്ക് പോലും ഇതിൽ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടന ഈ വിഷയം ഞങ്ങൾ SSLC റിസൾട്ട് വരുന്നതിന് മുൻപേ ഒരു വിദ്യാർത്ഥി സംഘടന എന്ന നിലക്ക് ഞങ്ങളുടെ ധാർമ്മിക ഉത്തരവാദിത്വം എന്ന നിലക്ക് ഞങ്ങൾ കൃത്യമായി വിദ്യാഭ്യാസ വകുപ്പിനെ, വിദ്യാഭ്യാസ മന്ത്രിയെ അറിയിച്ചതാണ്. ആ സമയത്ത് ഇതിനോട് തീർത്തും നിരുത്തരവാദിത്തപരമായ സമീപനമാണ് ഇവിടുത്തെ വിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിച്ചത്. ഒന്നാമത്തെ അലോട്ട്മെന്റ് കഴിഞ്ഞു, രണ്ടാമത്തെ അലോട്ട്മെന്റ് കഴിഞ്ഞു,